ഹലോ ഫ്രണ്ട്സ്, റേഷൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ജനുവരി മാസത്തിലെ റേഷൻ വിതരണം 1-ാം തീയതി തന്നെ തുടങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇപ്പോഴും കാർഡുടമകൾ പറയുന്നുണ്ട്, റേഷൻ കാർഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതുകൊണ്ട് കഴിഞ്ഞ മാസം എനിക്ക് റേഷൻ വാങ്ങാൻ സാധിച്ചില്ല എന്ന്. എന്നാൽ ഫ്രണ്ട്സ്, റേഷൻ കാർഡ് ഉപയോഗിച്ച് മാത്രമല്ല റേഷൻ വാങ്ങാൻ സാധിക്കുക, മാർഗവുമുണ്ട്. നമുക്ക് പഞ്ച് ചെയ്യാം. ഈ വിധത്തിൽ കാർഡ് ഉപയോഗിച്ച് റേഷൻ ധാന്യങ്ങൾ വാങ്ങുന്നതിനുപരിയായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അറിയാവുന്നവർ ധാരാളമാണ്, അറിയില്ലാത്തവരും ധാരാളമാണ്. അതാണ് പറയാൻ കാരണം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ ഒരു യാത്രയിലായിരുന്നു എങ്കിൽ, നിങ്ങൾക്ക് റേഷൻ വാങ്ങുവാനുള്ള ഡേറ്റ് നാളെ അവസാനിക്കുകയാണ് എങ്കിൽ, കേരളത്തിൽ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് റേഷൻ വാങ്ങുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതിനാൽ നിങ്ങളുടെ കയ്യിൽ ആധാർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വിധം റേഷൻ ധാന്യങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. നമുക്കിപ്പോൾ റേഷൻ ധാന്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാമെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? അംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ദയവായി നിങ്ങളുടെ വിരൽ സ്കാനറിൽ വെക്കുക. ദയവായി കാത്തിരിക്കും. വിരലടയാളം പരിശോധിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആധാർ ഉപയോഗിച്ച് റേഷൻ ധാന്യങ്ങൾ കൈപ്പറ്റിയത് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുമായിരിക്കാം, എന്നാലും അറിയില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. റേഷൻ കടയിൽ നിന്നും ലഭ്യമാകാവുന്ന ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കമൻറ്റ്സ് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാം. ഉപകാരപ്പെട്ടെങ്കിൽ ഏറ്റവും അടുത്ത ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുകയും ചെയ്യാം, അല്ലേ?